ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും ഹനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി നേന്ത്രപ്പഴം വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് നേന്ത്രപ്പഴം വെച്ചിട്ടുണ്ടാക്കുന്നതെന്നുള്ളത് കാണുമ്പോൾ മനസ്സിലാവില്ല. നല്ല ഈസിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള സ്നാക്കാണ്. വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അത് നമ്മുടെ നേന്ത്രപ്പഴം നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യാം. നല്ലോണം പഴുത്തതായാലും പഴുപ്പ് കുറഞ്ഞതായാലും നമുക്ക് ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ചെറുതായി കട്ട് ചെയ്തതിന് ശേഷം നമുക്കിതൊരു പാനിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ നമുക്കിതിലേക്ക് കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കേണ്ടതാണ്. അപ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ഞാൻ ചേർത്തത്. ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിനായിട്ട് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തത്. അതും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം. പഞ്ചസാരയിൽ അലിഞ്ഞ് വന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് കുറച്ച് തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങ നിർബന്ധമില്ല, നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അത് ഇട്ടിട്ടുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് മുട്ടയാണ് കേട്ടോ ചേർക്കുന്നത്. ഒരു മുട്ടയും കൂടി നന്നായിട്ട് അടിച്ചിട്ട് അതും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ തേങ്ങയും മുട്ടയും ഒക്കെ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ അത് ഒഴിവാക്കാം. ഏതെങ്കിലും ഒരെണ്ണം ഇട്ടാലും മതിയാവും. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കിയെടുക്കാം. ഇനി നമുക്ക് ആവശ്യം ബ്രെഡാണ് കേട്ടോ. അപ്പോൾ ബ്രെഡിൻ്റെ സൈഡെല്ലാം ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റിയെടുക്കാം. അപ്പോൾ ഈ ഒരു സൈഡെല്ലാം നമുക്ക് ആവശ്യമുണ്ട്, അത് കളയുന്നില്ല, അതൊന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ബ്രെഡെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. 5 പീസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ഇനി ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നോർമൽ വെള്ളം തന്നെയാണ്. ഇതിലോട്ട് നമ്മൾ ഈ ഒരു ബ്രെഡ് ഇതുപോലെ നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്ത് അതൊന്ന് പിഴിഞ്ഞെടുക്കണം. നന്നായിട്ട് നല്ല ശക്തിയോടുകൂടി തന്നെ പിഴിഞ്ഞ് അതിൻ്റെ വെള്ളമെല്ലാം മാറ്റിയെടുക്കാം. ഇനിയിപ്പോൾ ഇതാ നമ്മുടെ ഈ ഒരു പണ്ടം ഉണ്ടല്ലോ, പഴത്തിൻ്റെ പണ്ടം, ഇതിൻ്റെ നടുഭാഗത്തേക്ക് ഒന്ന് ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒരു ഷേപ്പ് ആക്കിയെടുക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും ആക്കാം. ഉന്നക്കായുടെ ഷേപ്പ് വേണമെങ്കിൽ അങ്ങനെ ആക്കിയെടുക്കാം. പിന്നെ റോള് പോലെ അങ്ങനെ ചെയ്തെടുക്കാം. കട്ട്ലറ്റ് പോലെ അങ്ങനെ ആക്കിയെടുക്കാം. സിമ്പിളാണ്, വളരെ ഈസി ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇത് ഒരെണ്ണം കഴിച്ചാൽ തന്നെ നമ്മുടെ വയറും നിറയും. അപ്പോൾ ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് നല്ലൊരു ഷേപ്പ് ആക്കാനും പറ്റുന്നുണ്ട് കേട്ടോ. ബ്രെഡും പഴവും ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരുപാട് ടൈപ്പുള്ള സ്നാക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതാ ഈ ഒരു ഷേപ്പ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യാം. അപ്പോൾ ഫ്രൈ ചെയ്തതിന് ഇതുപോലെയാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് എണ്ണയിൽ വെള്ളത്തിൽ മുക്കിയതുകൊണ്ട് എണ്ണ നല്ലോണം കുടിക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ബ്രെഡ് ക്രംസും ആക്കിയിട്ടുണ്ട് അതിനായിട്ട്. അപ്പോൾ അതിലൊന്ന് എല്ലാ ഭാഗത്തേക്കും ഒന്നാക്കി കൊടുക്കാം. ഒന്നെങ്കിൽ ഇങ്ങനെ ആക്കാം, അല്ലെങ്കിൽ മുട്ടയിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്ത് ഈ ഒരു ബ്രെഡ് ക്രംസ് തന്നെ എല്ലാ ഭാഗത്തേക്ക് ആക്കി കൊടുത്താലും മതിയാവും. അപ്പോൾ ഇതുപോലെ ആക്കി കഴിഞ്ഞാൽ ഒരുപാട് എണ്ണ പിടിക്കില്ല കേട്ടോ. അപ്പോൾ നല്ലൊരു ക്രിസ്പി ഉണ്ടാവും. അപ്പോൾ അത് എണ്ണ നല്ലൊന്ന് ചൂടാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലോട്ട് ഇത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു ഭാഗം നല്ല ഗോൾഡൻ കളറും നല്ല ക്രിസ്പി ആയ സമയത്ത് നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത് തന്നെയാണ്. ചാനലിൽ ഒരുപാട് എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റുന്ന സ്നാക്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ കണ്ടോക്കെ. അപ്പോൾ ഇതുപോലെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് കോരിയെടുക്കാം. അപ്പോൾ ഇടുന്ന സമയത്ത് ഒന്ന് ടിഷ്യൂ പേപ്പറിലും കൂടി ഇട്ട് കഴിഞ്ഞാൽ അതിൽ ഓവറായിട്ടുള്ള എണ്ണയൊക്കെ വലിച്ചു കുടിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്ക്. ചൂടോടുകൂടി കഴിക്കുമ്പോഴാണ് അതിൻ്റെ ക്രിസ്പിനെസ് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇനി അടുത്ത നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം. ബായ്.